എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഗാർഡനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പലതരം ഗാർഡനിങ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ലാൻഡ്സ്കേപ്പ്, ഹാങ്ങിങ്, വേർട്ടിക്കൽ ഗാർഡൻ. ഇതാണ് കൊക്കഡാമ, പായൽപന്ത്. കൊക്കഡാമ എന്ന് വെച്ചാൽ പായൽപന്ത്. ബോൺസൈ, ടെറേറിയം എന്താ അറിയില്ലേ? ചില്ലുഭരണിയിലെ പൂന്തോട്ടം നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുന്നതാണ്. അതറിയില്ലെങ്കിൽ ഞാൻ വേറെ ഒരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. ഇന്ന് ഞാൻ ഈ കൊക്കഡാമയെക്കുറിച്ചാണ് പറയുന്നത്, അതായത് പായൽപന്ത്. പിന്നെ റോക്ക് ഗാർഡനൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പഴയ സാധനങ്ങൾ, വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഗാർഡനാണ്. അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ മിക്കവരും കണ്ടു കാണില്ല. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ നമുക്ക് കൊക്കഡാമയെ കുറിച്ച് പറയാം. പായൽപന്ത്, അതായത് അതിപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നതിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടാക്കിയത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണും ചാണകപ്പൊടി, ചകിരിയുടെ ചോറില്ലേ, ചകിരിച്ചോറ്, അല്ലെങ്കിൽ കുറച്ച് ചകിരി ആയാലും മതി, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അത് കുറച്ച് വെള്ളം എല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിങ്ങനെ കുഴച്ചെടുക്കുക എന്ന് വെച്ചാൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ട ഉരുട്ടി ബോൾ പോലെ. കൊഴുക്കട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൊഴുക്കട്ട എന്താണെന്ന്. അതുപോലെ വെള്ളത്തിൽ കുഴച്ചിങ്ങനെ എടുക്കണം. അപ്പോൾ പറഞ്ഞാൽ പോരെ, മനസ്സിലാവില്ലേ? പ്രാക്ടിക്കൽ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. കുഴച്ചെടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരുട്ടി കുഴച്ചെടുക്കണം. മണ്ണും ചാണകപ്പൊടിയും വെള്ളം വേണമെങ്കിൽ കുഴപ്പിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊന്നും. എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു ദ്വാരം, മുകൾ ഭാഗത്ത് ഒരു ദ്വാരം ഇടുക. അതാണെന്ന് വെച്ചാൽ നമുക്ക് ചെടി വല്ല മിനിയേച്ചർ പ്ലാന്റ് വല്ലതും ഉണ്ടെങ്കിൽ നടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കുഴി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്ക് എടുത്തിട്ട്, ഒരു കോല എടുത്തിട്ട്, അതൊരു ചെറിയ നമ്മൾ ചെടിയൊക്കെ നടാൻ പോകില്ലേ, അതുപോലെ കുഴി ഉണ്ടാക്കിയിട്ട് ചെടി അതിൽ നടുക. പിന്നെ ഇത് തൂക്കിയാണ് സാധാരണ ഇടാറ്, അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഒന്നിലെ ടങ്കീസ്, അല്ലെങ്കിൽ ചെറിയ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെടികളുണ്ടാവും, ചെടികളല്ല, വയറുകൾ, കമ്പികളുണ്ടാവും, അല്ലെങ്കിൽ വയറുകളുണ്ടാവും. അതെല്ലാം അതുകൊണ്ടെടുത്തിട്ട് ഈ നടുക്കായിട്ട് ഈ കുഴിക്കുന്ന പറഞ്ഞില്ലേ, അവിടെ കൂടെ തന്നെ ഇട്ട് അത് നമുക്ക് തൂക്കിയിടുന്നതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെയാണ് തൂക്കിയിടേണ്ടതെന്നൊക്കെ. ഒന്നില്ലേ അവിടെ കവർ ചെയ്ത് വെക്കണം, അപ്പോൾ ചരട് ഇങ്ങനെ പോരില്ല, പൊങ്ങി. അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുക. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ തൂക്കിയിടുന്നതാണ് അതിൻ്റെ ഭംഗി. എന്നിട്ട് ആ ഓട്ടയിൽ മിനിയേച്ചർ, ആ കുഴി, ഒരു ചെറിയ സ്റ്റിക്ക് കൊണ്ടൊരു കുഴി എടുക്കുമെന്ന് പറഞ്ഞില്ലേ മുകളിൽ, അവിടെ ചെറിയ ചെടി വെക്കുക. ചെടി വെച്ച് കഴിഞ്ഞിട്ട് ഏത് തരം പ്ലാന്റും വെക്കാം. അധികം ശ്രദ്ധയൊന്നും വേണ്ടാത്ത പ്ലാന്റുകളാണ് നല്ലത്. യൂഫോബിയ വെക്കാം, അതല്ലെങ്കിൽ ഈ ടേബിൾ റോസ്, അതുമല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ചെടികളൊക്കെ, ഇപ്പോൾ ലിപ്സ്റ്റിക് പ്ലാന്റ്, ബോർഡർ പ്ലാന്റ്, ചില പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇത് കാണിച്ചിട്ടുണ്ട്, ഒരു ചെടി കേട്ടോ, അതിപ്പോൾ കാണിക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് തൂക്കിയിടുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതാണ് കൊക്കഡാമ.
അല്ലെങ്കിൽ പായൽ പന്ത്. പക്ഷേ പന്തിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നമ്മുടെ കലയനുസരിച്ചും നമുക്ക് തോന്നുന്ന വിധത്തിലെല്ലാം നമുക്കത് ചെയ്യാവുന്നതാണ്. വൃത്തിയായിട്ട് ചെയ്യാൻ കലയുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷിയുടെ രൂപം ത്തിലൊക്കെ നമുക്ക് അത് കാണിക്കാം. പക്ഷേ ഈ ബോളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ചെടികളങ്ങോട്ട് മൂടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടില്ല. നിങ്ങൾക്ക് ചെടി നടണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, കംപ്ലീറ്റായിട്ട് പറഞ്ഞില്ലല്ലേ. കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് ഈ മതിലിലൊക്കെ ഉണ്ടാകുന്ന മഴക്കാലത്ത് ഉണ്ടാകുന്ന പായലില്ലേ, മോസ്, അതെടുത്ത് അതിൽ ചുറ്റി ഇങ്ങനെ അതിങ്ങനെ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പതുക്കെ ഇങ്ങനെ ചുരുട്ടൊന്നും വേണ്ട, ഇങ്ങനെ ഈ ദോശ മറിക്കുന്ന പോലെ പതുക്കെ ഇങ്ങനെ എടുക്കാവുന്നതാണത്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഈ ബോളിൽ ഉരുളയിൽ ഉരുട്ടി വെക്കുക. ഉരുട്ടി എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് വെക്കുക. പൊതിഞ്ഞ് വെച്ചിട്ട് പച്ച നൂല് കൊണ്ട് കെട്ടുക. പച്ച നൂല് കൊണ്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് കാണിക്കില്ല ആ കളർ എന്താണെന്ന്. പായൽ ഇങ്ങനെ അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കെട്ടുന്നത് കേട്ടോ. പച്ച നൂലാണ് നല്ലത്. അധികം കമ്പിയൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ വൃത്തികേടായിരിക്കും. പച്ച നൂലാവുമ്പോൾ നമ്മൾ ആ പായലിൻ്റെ പോലെ തന്നെ നിറത്തിലുള്ള നൂലെടുത്തിട്ട് കെട്ടുക. നല്ല ബോള് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ആ ബോള് മാത്രമായിട്ടും തൂക്കിയിടാം. ഇതുപോലെയൊക്കെ ഇരിക്കും തൂങ്ങിക്കിടന്ന ഇതുപോലെ. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാനൊരു ചുവപ്പാണ്, അത് വേറൊരു ബോളാണ്, അത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ. അതുപോലെ പച്ച നിറത്തിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എൻ്റെ ഇതിൽ ചെടിയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ ബോളിൻ്റെ ആ പന്തിൻ്റെ ഭംഗി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കാണിച്ചു തന്നത്. ഇപ്പോൾ ബോൺസൈയെ പറ്റിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വൻ വൃക്ഷങ്ങൾ ചെറിയ പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് ഭംഗി പിടിപ്പിക്കുന്നതാണ് ബോൺസൈ. ടെറേറിയം, ചില്ലുഭരണിയിലെ പൂന്തോട്ടം, റോക്ക് ഗാർഡൻ, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത്, പൈപ്പ്, വളകൾ, വേറെ എന്ത് വേസ്റ്റ്, ചിപ്സ്, മാർബിൾ ചിപ്സ്, അതെല്ലാം കൊണ്ട് ഗാർഡൻ ഉണ്ടാക്കുന്നതാണ് റോക്ക് ഗാർഡൻ. പിന്നെ വെർട്ടിക്കൽ ഗാർഡനല്ല എല്ലാവർക്കും അറിയാമല്ലോ, ലാൻഡ്സ്കേപ്പും എല്ലാവരും കണ്ടു കാണും. പക്ഷേ ഇതിന് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാവങ്ങളുടെ ബോൺസൈ എന്നാണ് ഈ കൊക്കഡാമയ്ക്ക് പറയുന്നത്. അതധികം ടൗണിൽ അങ്ങനെ കാണൽ കുറവാണ്. പിന്നെ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഇവിടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അത് തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയാണ്. അല്ലാണ്ട് നമ്മുടെ നഴ്സറികളിൽ അങ്ങനെ പതിവില്ല അത് കണ്ട്. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ എന്തോ എന്നെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ നഴ്സറികളിലും മിക്ക നഴ്സറികളിലും ഞാൻ പോകാറുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇനി അത്രയ്ക്ക് അങ്ങോട്ട് അട്രാക്ഷൻ വന്നിട്ടില്ല. പക്ഷേ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതുപോലെ. പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഏത് ചെടികൾ വേണോ നമുക്കതിൽ സെറ്റ് ചെയ്യാം. മിനിയേച്ചറായിട്ടുള്ള മണി പ്ലാന്റൊക്കെ മണി പ്ലാന്റ് അതുപോലെ സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ അധികം ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ചില നേരത്ത് താഴേക്ക് വീണു. പിന്നെ നമ്മൾ വീട്ടിലില്ലെങ്കിലും ഒക്കെ അത് കാണാണ്ട് പോകും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, കട്ടുകൊണ്ട് പോകും. പിന്നെ സൂക്ഷിക്കാൻ പറ്റിയില്ല. എനിക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ദോശ ചുടുന്ന പോലെ ഇങ്ങനെ മറിക്കുന്ന പോലെയെന്ന്, അതുപോലെ പതുക്കെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഇളകി ഇങ്ങനെ പോരും. അപ്പോൾ നമുക്കൊരു പാളി പോലെ കിട്ടും. ആ കഷ്ണം എടുത്തിട്ട് നമുക്ക് ചുറ്റാവുന്നതാണ്.
ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തനിയെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുവിധം ചെയ്യാൻ ഒപ്പിക്കാം. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.